ഹലോ ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് നല്ല പുളിയമ്മാങ്ങ കിട്ടിയിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരിക്ക് പറ്റിയത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കുട്ടിയാണ്, നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള കുട്ടിയാണ്. അധികം ഹെൽപ്പൊന്നും നമ്മൾ അവൻ്റേത് വാങ്ങാറില്ല കേട്ടോ. പിന്നെ അത് നമുക്ക് തന്നെ പണിയാവും. പിന്നെ അവൻ്റെ പിന്നാലെ അത് ക്ലീൻ ചെയ്യാൻ നടക്കണം. ഇതങ്ങനെ ഒരു പെർഫെക്റ്റ് റെസിപ്പി ഒന്നുമല്ല. ഞാൻ കുറേ സ്ഥലത്തുനിന്ന് റെഫറൻസ് എടുത്തിട്ട് ചെയ്തതാണ്. കുറേ പേര് നെയ്യൊക്കെ ചേർത്തിട്ട് ചെയ്യണ കണ്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സ്റ്റൈലിലാണ് വെക്കണത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ മാമ്പഴം നല്ലപോലെ തൊലി കളഞ്ഞ് അത്യാവശ്യം ഒന്ന് ഞെരടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് നല്ല പോലെ വേവിക്കുക. അത് കുറച്ചൊന്ന് കുറുകി വരും. കുറുകി അത്യാവശ്യം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരവും ജീരകവും പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് എരിയില്ലാത്തതുകൊണ്ട് ഇട്ടതാണ്. വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ നല്ല ഫൈനായിട്ട് അരച്ച് വെണ്ണ പോലെ അരച്ച് ഇതിലേക്ക് ചേർക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കുക. അധികം ഓവറായിട്ട് വേവിക്കരുത്, കാരണം ഓൾറെഡി ഇത് വെന്തതാണ്. പിന്നെ അതിലേക്ക് അത്യാവശ്യം പുളിയുള്ള തൈര്. ഓവർ പുളി വേണ്ട, അത്യാവശ്യം പുളി മതി. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി പരിപാടി തീർന്നു. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി, സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ, കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് ഉലുവ ചേർക്കാൻ മറക്കരുത്, കാരണം ആ ഉലുവയുടെ ഒരു കയ്പും കൂടി ചേർന്നാലാണ് ആ മാമ്പഴ പുളിശ്ശേരി കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് ഞാൻ വെച്ചോണ്ട് പറയല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കായിരുന്നു, എനിക്ക് അത്രയും ഇഷ്ടമായി. ഇവിടെ മാമ്പഴ പുളിശ്ശേരിക്ക് യൂസ് ചെയ്യുന്നതിനുള്ള മാങ്ങയുടെ പേര് പുളിയൻ മാങ്ങ എന്നാട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് അതിന് പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഈ മാങ്ങ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഏത് മാങ്ങ വെച്ചിട്ട് വേണമെങ്കിലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.